സുബ്ദ 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 വെണ്ണ. സുബ്ദ എന്ന് പറഞ്ഞാൽ വെണ്ണ. സുബ്ദ സുബ്ദ വെണ്ണ. ജുബുൻ ജുബുൻ ചീസ്. ജുബുൻ ചീസ്. ഖുബ്സ് ഖുബ്സ് ബ്രെഡ്. ഖുബ്സ് ഖുബ്സ് ബ്രെഡ്. നമ്മൾ അരിപ്പത്തിരിക്കും ഖുബ്സ് എന്ന് പറയാറുണ്ട്. ഖുബ്സ് ബ്രെഡ്. ഖുബ്സ് ബ്രെഡ്. റൗബ് ഖസീർ. ഇത് രണ്ടും രണ്ട് പദമാണ്. ഇത് പര്യായ പദത്തിൽ പെടുന്ന. റൗബ് എന്ന് പറഞ്ഞാൽ തൈര്. ഖസീർ എന്ന് പറഞ്ഞാലും തൈരെന്നാണ്. റൗബ് 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 എന്ന് പറഞ്ഞാൽ തൈരെന്നാണ്. ഖസീർ എന്ന് പറഞ്ഞാലും തൈരിനാണ്. അന്നേരം രണ്ട് പദമാണ് തൈരിന് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. റൗബ് തൈര്. റൗബ് തൈര്. ഖസീർ തൈര്. റൗബ് തൈര്. ഖസീർ തൈര്. ഇതൊക്കെ പര്യായ പദത്തിൽപ്പെട്ടതാണ്. അപ്പം ഒരു പദത്തിന് 100-300ഓളം വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വീടിന് ഭവനം, ആലയം, ഗ്രഹം എന്ന് പറയുന്ന പോലെ വീടിന് വീടെന്ന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഭവനം എന്ന് പറഞ്ഞാലും വീട്, ആലയം എന്ന് പറഞ്ഞാലും വീട്, ഗ്രഹം എന്ന് പറഞ്ഞാലും വീട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് പദങ്ങളാണ് തൈര് എന്ന പദത്തിന് ഉപയോഗിച്ചേക്കുന്നത്. റൗബ് എന്ന് പറഞ്ഞാലും തൈര്, ഖസീർ എന്ന് പറഞ്ഞാലും തൈര്. ഇനി പാലിന് രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ലബൻ. ലബൻ ഹലീബ്. ലബൻ എന്ന് പറഞ്ഞാൽ പാല്, ഹലീബ് എന്ന് പറഞ്ഞാലും പാല്. ലബൻ പാൽ. ലബൻ പാൽ. ലബൻ പാൽ. ഹലീബ്. ഹലീബ് പാൽ. ലബൻ പാൽ. ഹലീബ് പാൽ. ഫതൂർ. ഫതൂർ രാവിലത്തെ ഭക്ഷണം, അതായത് പ്രാതൽ. ഫതൂർ രാവിലത്തെ പ്രഭാത ഭക്ഷണം. ഫതൂർ പ്രഭാത ഭക്ഷണം, അതായത് പ്രാതൽ. ഗദാ. ഗദാ. ഗദാ പകലത്തെ ഭക്ഷണം. നാം പകൽ കഴിക്കുന്ന ഭക്ഷണത്തിന് അറബിൽ പറയുന്നത് ഗദാ എന്ന് പറയും. ഗദാ പകലത്തെ ഭക്ഷണം. ഗദാ പകലത്തെ ഭക്ഷണം. ആയിഷാ. നമ്മൾ ഈ അയിന് കെസറ് കൊടുക്കുമ്പോൾ ഇഷാ എന്ന് പറയുമ്പോൾ ഇഷാ നിസ്കാരം എന്നാണ്. ആയിഷാ അയിന് ഫതഹ് കൊടുക്കുമ്പോൾ ആയിഷാ നിശാ ഭക്ഷണം, രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് പറയുന്നതാണ് ആയിഷാ. ആയിഷാ. ആയിഷാ നിശാ ഭക്ഷണം. ഇഷാ എന്ന് കെസറ് കൊടുത്ത് പറഞ്ഞാൽ ഇഷാ ഇഷാ നിസ്കാരം. ആയിഷാ നിശാ ഭക്ഷണം, രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം. ഷറാബ്. ഷറാബ് പാനീയം. ഷറാബ് പാനീയം. ത്വാം. ത്വാം. ത്വാം ഭക്ഷണം. ത്വാം ഭക്ഷണം, ഫുഡ്. ഇനി ഇവിടെ നമ്മൾ കറി, ആഹാരത്തിൻ്റെ കൂടെ കഴിക്കുന്ന കറിക്ക് രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇദാമെന്നും പറയും, മറക്കെന്നും പറയും. ഇദാം കൂട്ടാൻ അല്ലെ കറി. ഇദാം കറി, ഗ്രേവി. ഇദാം ഗ്രേവി അല്ലെങ്കിൽ കറി, കൂട്ടാനെന്നും നമ്മൾ പറയും. മറക്ക് അതും കറി എന്നാണ്. മറക്കെന്ന് പറഞ്ഞാലും കറി, കൂട്ടാനെന്ന് പറയും. ഇദാം കറി, മറക്ക് കറി. ഇദാം കറി, മറക്ക് കറി.
അപ്പോൾ കറിക്ക് 2 പദങ്ങളാണ് നാം ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. സുബ്ദ, സുബ്ദ വെണ്ണ, സുബ്ദ വെണ്ണ, സുബ്ദ വെണ്ണ. ജുബിൻ, ജുബിൻ ചീസ്, ജുബിൻ ചീസ്, ജുബിൻ ചീസ്. ഖുബ്സ്, ഖുബ്സ് ബ്രെഡ്. അരിപ്പത്തിരിക്കും ഖുബ്സ് എന്ന് പറയാറുണ്ട്. അതെല്ലാം പര്യായ പദത്തിൽ വരും. ഖുബ്സ് ബ്രെഡ്, ഖുബ്സ് ബ്രെഡ്, ഖുബ്സ് ബ്രെഡ് അല്ലെങ്കിൽ അരിപ്പത്തിരി എന്നും പറയും. റൗബ്, റൗബ് എന്ന് പറഞ്ഞാൽ തൈര്, റൗബ് തൈര്, ഖസീർ തൈര്. അപ്പം തൈരിന് 2 പദങ്ങളാണ് അറബിൽ ഉപയോഗിച്ചേക്കുന്നത്. റൗബ് തൈര്, ഖസീർ തൈര്. ഇനി പാലിന് 2 പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ലബൻ, ലബൻ പാൽ, ലബൻ മിൽക്ക്, ലബൻ മിൽക്ക് അതായത് പാൽ. ഹലീബ് എന്നും പര്യായ പദത്തിൽ ഉപയോഗിക്കാറുണ്ട്. ലബൻ പാൽ, മിൽക്ക്, ഹലീബ് മിൽക്ക് പാൽ. ഫതൂർ പ്രഭാത ഭക്ഷണം, പ്രാതൽ, ഫതൂർ പ്രാതൽ, ഫതൂർ പ്രാതൽ അതായത് പ്രഭാത ഭക്ഷണം. ഗദാ, ഗദാ പകലത്തെ ഭക്ഷണം, ഗദാ പകലത്തെ ഭക്ഷണം. ആശാ, ആശാ നിശാഭക്ഷണം, രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയും ആശാ. ആശ, ആശാ നിശാഭക്ഷണം, രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയുന്നതാണ് ആശാ. ഷറാബ് പാനീയം, ഷറാബ് പാനീയം, ഷറാബ് പാനീയം. ത്വആം, ത്വആം ഭക്ഷണം, ഫുഡ്. ഇദാം എന്ന് പറഞ്ഞാൽ കറി അല്ലെ കൂട്ടാൻ. ഇദാം എന്ന് പറഞ്ഞാലും കറി എന്ന് പറയും, മറക്ക് എന്ന് പറഞ്ഞാലും കറി എന്ന് പറയും. ഇദാം കൂട്ടാൻ അല്ലെ കറി, മറക്ക് കറി.